പല രക്ഷിതാക്കളും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഉള്ള സമയം ഉപയോഗപ്പെടുത്തി, പ്രത്യേകിച്ച് മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം മക്കളെ ഇരുത്തി ഓതിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിന് ഫലം കാണാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു ചെറിയ ഒരു ക്ലാസ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയ നിലക്കെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾ, ഉസ്താദ് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിന് ചില ബേസിക്കായ ചില കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മിൽ നിന്നൊക്കെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു പരിഹാരമാണ് നമ്മുടെ ക്ലാസ് എന്ന് ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും എനിക്കുണ്ട്. അപ്പോൾ അക്ഷരം തിരിയുന്ന, വായിക്കൻ കൂട്ടി വായനൊക്കെ ഏകദേശം അറിയുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ക്ലാസ് ഉപകരിക്കും. അതിനാദ്യം രക്ഷിതാക്കൾ, തീരെ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണ്ട, ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ, കാരണം ഉസ്താദ് ഖുർആൻ പാരായണം വീട്ടിൽ നിന്ന് നല്ല ഉഷാറായിട്ട്, മദ്രസയിൽ നിന്ന് നല്ല ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത്, വീട്ടിൽ നിന്ന് നമ്മൾ ഒരു പക്ഷേ തെറ്റ് പറഞ്ഞു, ഉസ്താദ് നല്ല ഉഷാറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കുട്ടി നല്ല ഉഷാറായിട്ട് ഓതുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കി മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികൾ ആ ശരി മാറ്റി തെറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ നമ്മിൽ നിന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു ചെറിയ ക്ലാസ്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് കേട്ടതിന് ശേഷം ഒന്ന് ഫോളോ ചെയ്താൽ ആ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിലുള്ള ആ ഓത്ത് നമുക്ക് മാറ്റം വരുത്താൻ കഴിയണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. സൂറത്തു അബസ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് കൂടെ ഓതണം, അല്ലെങ്കിൽ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓതി നോക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. ഓതല്ലേ ഇൻഷാ അല്ലാഹ്? മക്കളെ, നിങ്ങൾക്ക് കൂടെ ഓതണം കേട്ടോ ഇൻഷാ അല്ലാഹ്. സൂറത്തു അബസയാണ്. നമുക്ക് ഒരു പക്ഷേ പ്രത്യേകിച്ച് 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഈ സൂറത്ത് ഒരു പക്ഷേ എടുത്തിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന സൂറത്താണ്. അപ്പോൾ ഒന്ന് ഓതി നോക്കുക. കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. എൻ്റെ കുട്ടി നല്ല ഉഷാറായിട്ട് കാണാതെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. നോക്കി ഓതാൻ കിട്ടൂല എങ്കിൽ അത് നമുക്ക് ആ കാണാതെ ഇങ്ങനെ എപ്പോഴും ഓതുക എന്നല്ലാതെ ഏതെങ്കിലും സൂറത്തൊക്കെ ഓതാൻ പറഞ്ഞാൽ നോക്കിയിട്ട് ഓതാൻ കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ, ഓരോ അക്ഷരങ്ങൾ വേർതിരിച്ചുകൊണ്ട് ഓതാൻ പഠിക്കണം, എന്നിട്ട് കാണാതെ പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി ഉഷാറാവുള്ളൂ ഇൻഷാ അല്ലാഹ്. കാണാതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതല്ല പറഞ്ഞത്. കാണാതെ പഠിച്ചാൽ അതൊന്നും മനസ്സിലുണ്ടാവും, പക്ഷേ നമ്മൾ വേറൊരു സൂറത്ത് ഓതാൻ പറഞ്ഞാൽ അത് ഓതാൻ കിട്ടൂല. അപ്പം അങ്ങനെ ആവരുത് ഇൻഷാ അല്ലാഹ്. വായിച്ചിട്ട് ഓരോ അക്ഷരങ്ങൾ വേർതിരിച്ച് വായിക്കാൻ കിട്ടണം, കൂട്ടി വായന പഠിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല. അബസ, അബസല ഐനാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന്. അബസ വതവല്ല. അവിടെ അവസാനം നീട്ടാനുള്ള മദ് ഉണ്ട്, പക്ഷെ അവിടെ നിർത്തുമ്പം ആ മദ് വരാൻ പാടില്ല, ചെറിയൊരു മദ്ദേ വരേണ്ടതുള്ളൂ. വതവല്ല, വതവല്ല എന്നല്ല, വതവല്ല. അൻജാഅഹുൽ അഅ്മ. ചെറിയ കുട്ടികളാണ്, അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അൻജാഅഹുൽ അഅ്മ. അവിടെ എന്തുണ്ട്, ഒരു യാ പോലത്തെ ചിഹ്നമുണ്ട് അല്ലേ, അതിൻ്റെ മുകളിൽ ഒരു അലിഫുണ്ട്. അപ്പം ചെറിയൊരു നീട്ടൽ നീട്ടണം. അഅ്മ. വമാ യുദ്രീക ലഅല്ലഹു. യുദ്രീക ലഅല്ലഹു. അവിടെ ചെറിയൊരു വാവ് കണ്ടില്ല, അത് നീട്ടാനുള്ളതാണ്. ലഅല്ലഹു എന്നല്ല, ഹു. ഹു ലഅല്ലഹു യസ്സക്ക. യസ്സക്ക. ആ മദ് എന്തിനുള്ളതാണ്? അവിടെ നിർത്താതെ ഓതുമ്പോഴേ ആ മദ് വരുള്ളൂ. ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കർ. ഇങ്ങനെ നിർത്താതെ ഓതുമ്പോഴേ ആ മദ്ദിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ
പിന്നെ വലിയവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഇപ്പോൾ ആയത്തിൻ്റെ അവസാനം എന്ത് ചെയ്യുക, നമ്മളൊക്കെ എന്ത് ചെയ്യുക, നിർത്തിയിട്ട് ഓതുക. أو يذكر فتنفعه الذكرى فتنفعه ഹു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അലിഫ് വരത്തില്ലേ, ഹംസത്തുൽ വസിലുണ്ട്. ആ അലിഫിൻ്റെ മുകളിൽ ഒരു ചിഹ്നം കണ്ടില്ല മക്കളെ? അതുപോലെ തന്നെ ലാമ്, ആ ലാമിൻ്റെ മുകളിൽ എന്തില്ല, ലാമിന് സുക്കൂനൊന്നുമില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യുക, അടുത്ത അക്ഷരം മതിയാമേ. فتنفعه الذكرى أما من استغنى അതിന് നമ്മുടെ തൊണ്ടയുടെ കഴുത്തിൻ്റെ നടുവിൽ നിന്നാണ് വരേണ്ടത്, മധ്യത്തിൽ നിന്ന്. അതിൻ്റെ ഏറ്റവും കഴുത്തിൻ്റെ മുകളിൽ നിന്ന് അല്ലേ, ആ മുകളിൽ നിന്നാണ് ഹൽക്ക്. ഹൽക്ക് എന്ന് പറഞ്ഞാൽ കഴുത്ത് അല്ലേ, കഴുത്തിൻ്റെ മുകളിൽ നിന്നാണ്. മനിസ്തഗ്ന فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى. ശബ്ദമുള്ള മീമുണ്ട്, മണിക്കണം. മണിച്ച് പിന്നെ ഒരു അലിഫുണ്ട് നീട്ടാൻ. അപ്പോൾ ആ അലിഫിൻ്റെ ചെറിയൊരു നീട്ടൽ നീട്ടുക. ആദ്യം മണിക്കണം. وأما من جاءك يسعى وهو يخشى ഇവിടൊക്കെ അവസാനം ഒരു അലിഫ് വരുന്നുണ്ട് നീട്ടാൻ. പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, അതൊരു അലിഫാണ്. അതിൻ്റെ മുകളിലുള്ള നോക്കിയിട്ടാണ് ഓതേണ്ടത്. فأنت عنه تلهى كلا. അവിടെ മദ്ദിൻ്റെ ചിഹ്നമുണ്ട് അല്ലേ, ആ ഒരു വളഞ്ഞ ചിഹ്നം, അത് നീട്ടാനുള്ളതാണ്. كلا إنها تذكرة. إنها ശബ്ദമുള്ള നൂനാണ്, മണിക്കണം. إنها تذكرة. തദ്കിറത്തുൻ എന്നാണുള്ളത്. തദ്കിറത്ത് എന്ന് പറയുന്നത് ഈ താ എന്ത് ചെയ്യണം, അവസാനം സുക്കൂനുള്ള ഹാ ആക്കി മാറ്റണം. തദ്കിറ. ഫമൻ ശാഅ ദക്കറ. ഹാ സുക്കൂനാകണം. ഫമൻ ശാഅ ദക്കറ في صحف മുക്കറമത്തിൻ എന്നാണുള്ളത്. അവിടെ മഹ് എന്ന് വരണം. ഫീ സുഹുഫിൻ മുക്കറമ. ശബ്ദമുള്ള മീമാണ്, മണിക്ക. ശബ്ദമുള്ള മീമ് നൂന് എന്ത് ചെയ്യണം, മണിക്കണം. മണിക്കൽ എങ്ങനെ മക്കളെ? എന്നറിയാം. എങ്ങനെ? അങ്ങനെ തന്നെ. മർഫൂ. ശബ്ദമുള്ള മീമറ തുടക്കത്തിലാണെങ്കിൽ കൊടുക്കണ്ട. ഇവിടെ മർഫൂ എന്ന് പറയണ്ട. മർഫൂഅത്തിൻ മുതഹ്ഹറ. ഈ മീമ് പറയണം, രണ്ടാമത്തെ മീം പറയണം. ആദ്യത്തെ മീമ് ശബ്ദമുള്ള മീമാണ്. ആ ശബ്ദം എന്തിനാ കൊടുത്തത്? അത് നിർത്താതെ ഓതുമ്പേ ആ മദ്ദ് വരുള്ളൂ. മുകറമത്തിൻ, അതിൻ്റെ മുമ്പത്തെ ആയത്തില്ലേ, ഫീ സുഹുഫിൻ മുകറമത്തിൻ മർഫൂഅ, അപ്പോൾ വരുള്ളൂ. നമ്മളിപ്പോൾ നിർത്തി ഓതാണല്ലോ, ഒരായത്ത് കഴിഞ്ഞാൽ നിർത്തുക. അപ്പോൾ മർഫൂഅത്തിൻ മുതഹ്ഹറ ബിഐദി സഫറ കിറാമിൻ ബററ. ബിഐദി സഫറ കിറാമിൻ. മിം അവിടെ ഒരു മീമും കൂടി വരും, രണ്ട് മീം വരണം. ആദ്യത്തെ മിമ്മി പിന്നെ കഴിഞ്ഞിട്ട് കിറാമിൻ ബററ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ما أكثره من أي شيء خلقه من نطفة خلقه فقدره
ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره ശ്രദ്ധിക്കണം إذا شاء കഴിഞ്ഞിട്ട് പിന്നെ أنشر شاء أنشره أنشر എന്ന് പറയുന്നത് شاء أنشره كلا كلا لما يقض ما أمره ما أمره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ശബ്ദമുള്ള നൂനാണ് മണിക്കടം أنا صببنا الماء صبا صبا എന്നാണുള്ളത് നിർത്തുമ്പോൾ صبا ثم شققنا الأرض شقا شققنا الأرض شقا നൂനിൻ്റെ മുകളിൽ മീം കണ്ടില്ലേ അത് മീമാക്കണം നൂനിൻ്റെ പകരം മീം പറയാം ഫഅൻ എന്ന് പറയരുത് فأنبتنا فيها حبا فيها ها മറ്റേത് ഹ فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وحدائق غلبا غلبا എന്നല്ല മുകളിൽ നിന്ന് وفاكهة وأبا متاعا لكم ولأنعامكم فإذا جاءت الصاخة جاءت الصاخة ജാഅത്തി അസ്വ എന്ന് പറയുന്നത് ആന്നില്ല ഈന്നില്ല ഊന്നില്ല അത് ഹംസത്തുൽ വസിലാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി ശദ്ദൽ മീമ വ ഉമ്മിഹി വ അബീഹി വ صاحبته وبنيه لكل امرئ منهم لكل ഈ എന്ന് പറയുന്നത് ലിക്കുല്ലി ഇംരി എന്ന് പറയുന്നത് ഈ എന്നില്ല അലിഫ് ഹംസത്തുൽ വസിലാണ് അത് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു അലിഫാണ് ഹംസ ആണ് لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة أولئك هم കുട്ടിയേക്കൽ എങ്ങനെ മക്കളെ ഹുമുൽ കഫറത്തുൽ ഫജറ സദഖല്ലാഹ്. ഏതെങ്കിലും ഭാഗങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ, കമൻറ്റിലായിട്ട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക ഇൻഷാ അല്ലാഹ്.
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഖത്മുൽ ഖുർആൻ തുടക്കം മുതൽ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഖത്മ് തീർക്കാൻ പറ്റിയതും ഖുർആൻ പാരായണം പഠിക്കാൻ പറ്റിയതുമായ 2 രൂപത്തിലുള്ള, ഒന്ന് ഓതിയിട്ട് മാത്രമുള്ള ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് ഉണ്ട്, മറ്റൊന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. 2 ചാനലിലുണ്ട്. ഒന്ന് വിശദമായിട്ട് ഓരോ ആയത്തുകളും ഓതേണ്ട രൂപങ്ങളൊക്കെ തജ്വീദിൻ്റെ റൂൾസുകളൊക്കെ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെക്കൊണ്ടാവുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സാണ്. തീർച്ചയായിട്ടും ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ വിശദമായിട്ട് ഇപ്പം ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. കൂട്ടി വായനയൊക്കെ നല്ല ഉഷാറായിട്ട് പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകളാണ് ഇൻഷാ അല്ലാഹ്. ഉപകാരമാവുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ എല്ലാവരും ഷെയർ ചെയ്താൽ, അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഒന്ന് സ്റ്റാറ്റസ് വെച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചാൽ അതിൻ്റെയൊക്കെ ഫലം നമുക്ക് ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും അവൻ്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.